ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു 1 മന്തായി ഞാൻ വീഡിയോസ് അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് എന്താ അപ്ഡേറ്റുകളൊന്നും ഇല്ല, പുതിയ അപ്ഡേറ്റുകൾ എന്താണ്, റിക്രൂട്ട്മെൻറ്റുകളെ പറ്റി അപ്ഡേറ്റുകൾ ഇതൊന്നും കാണുന്നില്ലല്ലോ, പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കാലയളവിൽ കുറേ ന്യൂസുകളും കുറേ വാദപ്രതിവാദങ്ങളും ഒക്കെ നഴ്സിംഗ് ഷോർട്ടേജിനെ പറ്റിയും അതുപോലെ റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയും യൂണിയൻസിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ നഴ്സിംഗ് ഹെഡ്സിൻ്റെ സൈഡിൽ നിന്നും BMAയുടെ സൈഡിൽ നിന്നും ഒക്കെ വന്നായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും അപ്ഡേറ്റുകൾ തരാതിരുന്നത്. സോ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വരാൻ പോകുന്ന പ്ലാനുകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ ഇംഗ്ലണ്ടിലെ നഴ്സിംഗ് ഹെഡ്സ് ഗവൺമെൻറ്റിനെതിരെ ആരോപണം മെയിനായിട്ട് ഉന്നയിച്ചു നമ്മുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ റിറ്റൻഷനെ പറ്റി ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിനും റിറ്റൻഷനും വളരെയധികം വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, വേണ്ട രീതിയിലുള്ള പ്രാധാന്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന ഈ സമ്മറിൽ അല്ലെങ്കിൽ സ്പ്രിങ്ങിലെ ഈ വരുന്ന നമ്മുടെ റീഫോർമേഷൻ പ്ലാനുകൾ നടപ്പാക്കാൻ പോകുന്നില്ല എന്നത് തന്നെയായിരുന്നു വലിയ ആരോപണങ്ങളാണ് നഴ്സിംഗ് ഹെഡ്സ് ഗവൺമെൻറ്റിന് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കാണുന്ന ന്യൂസുകളിലൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ അവർ നഴ്സിംഗ് ഹെഡുകൾ ഗവൺമെൻറ്റിനെതിരെ ആരോപിച്ചത്. അപ്പം അതിൻ്റെ പല കണക്കുകൾ നിരത്തിയാണ് ഈ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചത്. അപ്പം മെയിനായിട്ട് 2 കാര്യങ്ങളാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഈസ് സ്ലോവിങ്. അതുപോലെ രണ്ടാമത്തെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ന്യൂ സ്റ്റാർട്ടേഴ്സ് ഈസ് ഫോളിങ്. അപ്പം ഒന്നാമത്തെ അവർ പറഞ്ഞിരിക്കുന്നത് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് വളരെ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്, റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പം നടക്കുന്നില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യം, അതേ സമയത്ത് ഇവിടെയുള്ള ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ന്യൂ സ്റ്റാർട്ടേഴ്സ് പുതിയ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം പുതുതായിട്ട് ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന റീഫോർമേഷൻ പ്ലാനുകൾ നടപ്പാകാൻ പോകുന്നില്ല എന്ന വലിയ ആരോപണങ്ങളാണ് നഴ്സിംഗ് ഹെഡ് കഴിഞ്ഞ മാസങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 8 ഡിസംബറിന് ഗവൺമെൻറ് അവരുടെ സൈറ്റിൽ ഒരു വർക്ക് ഫോഴ്സ് റിഫ്രഷ്ഡ് പ്ലാൻ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് അവർ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അതിൻ്റെ അപ്ഡേറ്റിൻ്റെ ആ ഒരു ലിങ്ക് ഗവൺമെൻറ് സൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഞാനത് ഷെയർ ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ വായിച്ച് ഫുള്ളായിട്ട് ഡീറ്റെയിൽഡായിട്ട് അത് വായിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് മെയിൻ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: ഗവൺമെൻറ് ടു ടാക്കിൾ NHS വർക്ക് ഫോഴ്സ് ക്രൈസിസ് വിത്ത് റിഫ്രഷ്ഡ് പ്ലാൻ. അപ്പം അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു റിഫ്രഷ്ഡ് പ്ലാൻ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് ക്രൈസിസ് പരിഹരിക്കാൻ വേണ്ടി ഒരു റിഫ്രഷ്ഡ് പ്ലാന് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്ലാന് സമ്മറിൽ റീഫോർമേഷൻ പ്ലാൻ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്ലാനും കൂടെ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് അവർ എയിം ചെയ്തിരിക്കുന്നത് ഷിഫ്റ്റിംഗ് കെയർ ഫ്രം ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റി. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് തന്നെ വീഡിയോസ് ചെയ്ത് എന്താണ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഷിഫ്റ്റിംഗ് കെയർ ഫ്രം 3 ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റി കെയർ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ GPസിനെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി നഴ്സസിനെയൊക്കെ റിക്രൂട്ട് ചെയ്ത് വർക്ക് ഫോഴ്സ് എൻലാർജ്മെൻറ്റ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഇപ്പോൾ അവരുടെ ഇതിലുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു ഹോസ്പിറ്റൽ, നമ്മളെല്ലാത്തിനും എന്തിനും ഏതിനും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ANEയിലൊക്കെ പോകുന്നതിന് പകരം നമുക്ക് കൂടുതലും GPസിനെ കൺസൾട്ട് ചെയ്യാനുള്ളൊരു വഴി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി കെയറിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ GPസ് കമ്മ്യൂണിറ്റി നഴ്സസിനെയൊക്കെയുള്ള റിക്രൂട്ട് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ആ ഒരു റിഫ്രഷ്ഡ് പ്ലാനിൽ അവർ ഗവൺമെൻറ് ആ ഒരു സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് വർക്ക് ഫോഴ്സ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ടു ഡെലിവർ നെക്സ്റ്റ് 10-year ഹെൽത്ത് പ്ലാൻ ടു ഗെറ്റ് NHS ബാക്ക് ഓൺ ഹിസ് ഫീറ്റ്. അപ്പം റൈറ്റ് വർക്ക് ഫോഴ്സ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ ഈ ഒരു വലിയ കുറേ പ്ലാനുകളൊക്കെ അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പുതിയ വർക്ക് ഫോഴ്സ് പ്ലാന് എല്ലാ 2 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊണ്ടുവരുന്നതും എന്ന് അവർ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച്
മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ ആ ഒരു പുതിയ ഒരു റിഫ്രഷ്ഡ് വരാൻ പോകുന്ന ഒരു റിഫ്രഷ്ഡ് എല്ലാ 2 വർഷം കൂടുമ്പോഴും അത് ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റിവൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാന് വർക്ക് ഫോഴ്സ് പ്ലാൻ ആയിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് കമ്മ്യൂണിറ്റി കെയറിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആയിരിക്കും, ഒരു വലിയൊരു ഷിഫ്റ്റ് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിഗർ കാണിക്കുന്നത് ഏകദേശം ഇംഗ്ലണ്ടിൽ മാത്രം 32,000-ലധികം നേഴ്സിംഗ് വേക്കൻസീസാണ് അൺഫിൽഡ് ആയിട്ടുള്ളതെന്നാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഏകദേശം 32,000 വേക്കൻസീസ് ഉള്ളി ഇൻ ഇംഗ്ലണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 16% ഫ്യൂവർ ക്വാളിഫൈഡ് GPs ആണ് UK-യിലുള്ളതെന്നാണ് BMA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കമ്പാരിറ്റീവ് കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 16% GPs കുറവാണെന്നാണ്, ക്വാളിഫൈഡ് GPs കുറവാണെന്നാണ് BMA ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി നഴ്സസിനും എണ്ണത്തിലും അതുപോലെ മെൻ്റൽ നഴ്സസിൻ്റെ എണ്ണത്തിലും ഗണ്യമായ കുറവ് UK-യിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നും BMA ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ കാര്യമായ കുറവ് ഈ പറയുന്ന ഗവൺമെൻറ്റുകളെല്ലാം കാര്യമായ കുറവുണ്ടെന്ന് BMA ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫൈനൽ ഡിസിഷൻ ഇതിനെക്കുറിച്ചുള്ള ഒരു മൊത്തത്തിലൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ലേബർ ഗവൺമെൻറ് പൊതുവേ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകൾക്ക് പൊതുവേ താല്പര്യം കുറവുള്ള ഒരു ഗവൺമെൻറ്റാണ്. പൊതുവേ അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ കൂടുതലായിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യമുള്ളൊരു ഗവൺമെൻറ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ സ്കിൽഡ് വർക്കറിലെ സാലറി ത്രെഷോൾഡ് കൂട്ടിയതൊക്കെ നമ്മുടെ NHSനെ ഉൾപ്പെടെ ഇപ്പം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് റിലീസായത്. അപ്പോൾ അവർ ഡൊമസ്റ്റിക് വർക്ക് ഫോഴ്സിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനാണ് അവരിപ്പം കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ഞാൻ ഏകദേശം നമ്മൾ ശ്രദ്ധിച്ചതനുസരിച്ച് ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഡൊമസ്റ്റിക് റിക്രൂട്ട്മെൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന NHSലൊക്കെ കൂടുതൽ റിക്രൂട്ട്മെൻറ്റുകൾ എല്ലാ മാസവും റിക്രൂട്ട്മെൻറ്റ് ഇവിടെയുള്ള ഡൊമസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെയൊക്കെ SC ആയിട്ട് അതുപോലെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ നേഴ്സസ് ഒക്കെ കൂടുതലായിട്ട് ഓരോ ജോബ് ഫെയർ പോലൊക്കെ വലിയ രീതിയിൽ നടത്തി അവരിവിടെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഒന്നും ഇത്രയും റിക്രൂട്ട്മെൻറ്റുകൾ ഡൊമസ്റ്റിക്കായിട്ട് നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴുള്ള ഇത്രയും വലിയൊരു ഷോർട്ടേജ് പരിഹരിക്കാനും അതുപോലെ ഇവരുടെ വലിയൊരു റീഫോർമേഷൻ പ്ലാൻ ഈ 40,000 അപ്പോയിൻമെൻറ്റ്സ് അതുപോലെ ഇത്രയും ഈ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുന്നതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു ഡൊമസ്റ്റിക് വർക്ക് ഫോഴ്സിനെ അകത്തേക്ക് കുത്തി നിറയ്ക്ക് അല്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക്കായിട്ട് ഇവിടെ വിസയിലുള്ളവർക്ക് ഇവിടെ അവരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത്രയും എന്നാലും വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് അവർക്ക് കിട്ടുകയുള്ളൂ. അവർ എന്തൊക്കെയാണെങ്കിലും നേഴ്സസ് ആണെങ്കിൽ നേഴ്സസിൻ്റെ വേക്കൻസീസ് ആണെങ്കിൽ എല്ലാം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഫോർമേഷൻ പ്ലാൻ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഷോർട്ടേജ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകളെ ആശ്രയിക്കേണ്ടി വരും, ഏറെക്കുറെ ആശ്രയിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന പോലുള്ള വലിയൊരു മാസീവ് റിക്രൂട്ട്മെൻ്റ് അല്ല, ഏറെക്കുറെ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റും ഒരു ഷെയർ അവരിവിടെ കൊണ്ടുവരേണ്ടി വരും. ഈ വരുന്ന ഏപ്രിൽ അല്ലെ മെയ്യിൽ ഒരു സമ്മറിൽ അല്ലെ സ്പ്രിങ്ങിൽ അവിടെ NHSൻ്റെ റീഫോർമേഷൻ പ്ലാനും അതുപോലെ 10-year വർക്ക് ഫോഴ്സ് പ്ലാനുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പം അതിനകത്ത് അത് വന്നാലേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്കറിയാൻ പറ്റും. പല കാര്യങ്ങളും അവർ അണിയറയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും മെൻ്റൽ ഹെൽത്ത് കമ്മ്യൂണിറ്റി നഴ്സസിൻ്റെ മേഖലയിൽ വലിയൊരു വർക്ക് ഫോഴ്സ് എൻലാർജ്മെൻറ്റ് അല്ലെ വർക്ക് ഫോഴ്സ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു. അപ്പം മെൻ്റൽ ഹെൽത്തും കമ്മ്യൂണിറ്റി നഴ്സസിൻ്റെയൊക്കെ ഒരു വലിയൊരു റിക്രൂട്ട്മെൻറ്റ് വന്നേക്കാം. അപ്പോൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പം ഈ വരുന്ന സ്പ്രിങ്ങിൽ ഇപ്പം ഏകദേശം 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വർക്ക് ഫോഴ്സ് പ്ലാനും അതുപോലെ ഈ ഒരു റീഫോർമേഷൻ പ്ലാനുകളും എല്ലാം അവർ പബ്ലിഷ് ചെയ്യും. സോ നമുക്ക് അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള ക്ലൂസ് നമ്മൾ കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെറിയൊരു ക്ലൂ ആണ് തന്നിരിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് കമ്മ്യൂണിറ്റി നഴ്സസിനൊക്കെ റിക്രൂട്ട്മെൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ നമ്മുടെ റീഫോർമേഷൻ പ്ലാനും അതുപോലെ വർക്ക് ഫോഴ്സ് പ്ലാനുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിൽ അതിൽ എത്രത്തോളം അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിൽ ആശ്രയിക്കുമെന്നൊക്കെ ഈ ഒരു
പ്ലാനുകൾ വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ തരാൻ പറ്റൂ. ഇന്നത്തെ അവസ്ഥയിൽ യാതൊരു ഹിൻറ്റും അവർ തന്നിട്ടില്ല. ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ കാണുമോ അതുപോലെ തന്നെ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകളെ അവർ എത്രത്തോളം ആശ്രയിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോസ് കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷനിൽ അടുത്ത അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.